തോൽവിയിൽ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിന് അംഗീകാരം. സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ച എണ്ണിപ്പറഞ്ഞാണ് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. PM ശ്രീ ഒപ്പിട്ടതിൽ വലിയ വീഴ്ച സംഭവിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ വീഴ്ചയുണ്ടായെന്നും പ്രചാരണം പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ചാണ് നടന്നതെന്നും CPM റിപ്പോർട്ടിൽ പറയുന്നു. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി. അമൽ, സംസ്ഥാനത്ത് തോൽവിയെ സംബന്ധിച്ച് പല വിശദീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന കുറ്റസമ്മത റിപ്പോർട്ട് തന്നെയല്ലേ CPM-ന്റേത്? CPM-ന് സമീപകാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുകയായിരുന്നു കേരളത്തിൽ. ആ തോൽവിക്ക് കാരണമെന്ത് എന്നുള്ള കാര്യത്തിൽ വിശദമായ ചർച്ചകളൊക്കെ പല ഘടകങ്ങളിലായി നടന്നു. ഏറ്റവും ഒടുവിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തിയപ്പോൾ ശക്തമായ വിമർശനമാണ് സംസ്ഥാന നേതൃത്വത്തിന് നേരിടേണ്ടി വന്നത്. സ്ഥാനാർത്ഥി നിർണയം പാളി. അതോടൊപ്പം തന്നെ പ്രചരണങ്ങളും ഈ പറയുന്ന മുഖമായി ഉയർത്തിക്കാണിച്ചത് പിണറായി വിജയനെയാണ്. അതോടൊപ്പം തന്നെ പ്രചരണ തന്ത്രങ്ങളെല്ലാം പാളി. ഒരാളെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയി. ഇതാണ് തോൽവിക്കുള്ള പ്രധാന കാരണം. സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഓരോ സ്ഥലങ്ങളിലെയും എടുത്തുകാട്ടിയുള്ള വിമർശനം കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നതാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ കാര്യമായ പ്രതിരോധത്തിന് കേരള നേതൃത്വം നിന്നതുമില്ല. ഇപ്പോൾ എന്തായാലും സംസ്ഥാന കമ്മിറ്റി ഈ വിഷയത്തിൽ ചർച്ച നടത്തി അതിന് അംഗീകാരം നൽകുകയാണ്. കേന്ദ്രത്തിൻ്റെ വിമർശനങ്ങളെല്ലാം സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ അംഗീകരിക്കുന്നു. ഇനിയും കൂടുതൽ പഠനങ്ങൾ വേണം, ചർച്ചകൾ വേണം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. അതിനാൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന വിഷയത്തിൽ ഇനിയും ചർച്ചയുണ്ടാകും. സെപ്റ്റംബർ 13, 14, 15 തീയതികളിൽ വിശദമായ ചർച്ച നടത്താൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പോഷക സംഘടനകളെയും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള വിശാലമായ ഒരു ചർച്ച തന്നെയാകും, വിശാല നേതൃയോഗം തന്നെയാകും നടക്കുക. പക്ഷേ ഏരിയ സെക്രട്ടറിമാർക്ക് ആ യോഗത്തിലേക്ക് ക്ഷണമുണ്ടാകില്ല. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ഉൾപ്പെടുത്തി വിശദമായി തന്നെയുള്ള ചർച്ച നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്താതെയുള്ള ചർച്ചകളാവില്ല കേന്ദ്ര കമ്മിറ്റി വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ.